ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് +1 അക്കൗണ്ടൻസിയുടെ ബേസിക്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ഇതിൽ നമുക്ക് ഫസ്റ്റ് കാറ്റഗറിയിൽ 3 ഐറ്റംസും സെക്കൻഡ് കാറ്റഗറിയിൽ 3 ഐറ്റംസും ഉണ്ട്. ഫസ്റ്റ് അസെറ്റ്, എക്സ്പെൻസ്, ഡ്രോയിങ്സ്, ലയബിലിറ്റീസ്, ഇൻകംസ് ആൻഡ് ക്യാപിറ്റൽ. ഇത്രയും ഐറ്റംസ് ഉണ്ട്. ഇതില് നമുക്കിത് 2 കാറ്റഗറി ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് ഈ 3 ഐറ്റംസ് ഒരു കാറ്റഗറിയിലും രണ്ടാമത്തെ 3 ഐറ്റംസ് മറ്റൊരു കാറ്റഗറിയിലും നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതിൽ ഫസ്റ്റ് കാറ്റഗറിയിലുള്ള ഐറ്റംസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ, ഈ സിമ്പിൾ അതിനാണ് ഇട്ടിട്ടുള്ളത്, ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ബാലൻസും ആൻഡ് ഡിക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ബാലൻസും ആണ് ഉള്ളത്. നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഇപ്പോൾ ഇതിന്റെ കോൺസെപ്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ട്രാൻസാക്ഷൻസ് ഒക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അസറ്റും എക്സ്പെൻസും ഡ്രോയിങ്സും ഇൻക്രീസ് ചെയ്യുന്ന ട്രാൻസാക്ഷൻ ആണെങ്കിൽ ഈ ഐറ്റംസിനെ ഡെബിറ്റ് ബാലൻസും ആൻഡ് ഇത് ഡിക്രീസ് ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതിന് ക്രെഡിറ്റ് ബാലൻസും ആണ് ഉള്ളത്. ഓക്കെ, ഇനി അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് ലയബിലിറ്റീസ്, ഇൻകംസ് ആൻഡ് ക്യാപിറ്റൽ. ഇത് നേരെ ഓപ്പോസിറ്റ് ആണ് വരുന്നത്. ഓക്കെ, ഇതില് എന്താ, ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ബാലൻസും ആൻഡ് ഡിക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ബാലൻസും നേരെ ഓപ്പോസിറ്റ് ആണ് വരുന്നത്. ഓക്കെ, ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ബാലൻസ് ആൻഡ് ഡിക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ബാലൻസ്. ഈ ഒരു റൂള് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അക്കൗണ്ടൻസി വെരി ഈസി ആയിട്ട് നമുക്ക് എല്ലാ പ്രോബ്ലംസും സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് ബേസിക് റൂൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിലെ ഓരോ ഐറ്റംസും എന്താണ് അക്കൗണ്ടിങ്ങിൽ ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇതിൽ ഓരോ ഐറ്റംസും 1 by 1 ആയിട്ട് ഡിസ്കസ് ചെയ്താലോ. ഫസ്റ്റ് വൺ അസെറ്റ് ആണ്. അസെറ്റ്സ് ആർ ദ ഐറ്റംസ് ഓഫ് വാല്യൂ യൂസ്ഡ് ബൈ ബിസിനസ്. നമ്മുടെ ബിസിനസ്സിൽ യൂസ് ചെയ്യുന്ന എല്ലാ വാല്യുബിൾ തിങ്സും എന്താണ്, നമ്മുടെ അസെറ്റ് ആണ്. അപ്പൊ അതിന്റെ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. അപ്പൊ കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടും. അപ്പൊ ഫസ്റ്റ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ആണ്. ഓക്കെ, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, നമ്മുടെ ബിസിനസ് ഇരിക്കുന്ന ലാൻഡും അതിന്റെ ബിൽഡിങ്ങും നമ്മുടെ എന്താണ്, നമ്മുടെ അസെറ്റ് ആണ്. നമുക്ക് വാല്യൂ ഉള്ള തിങ്സ് ആണല്ലോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് അസെറ്റ് ആണ്. പിന്നെ ഫർണിച്ചർ ആൻഡ് ഫിക്സ്ചേഴ്സ്, ഇപ്പൊ നമ്മുടെ കമ്പനിയിൽ ഉപയോഗിക്കുന്ന ടേബിൾസ്, ചെയർസ്, അങ്ങനത്തെ ഫർണിച്ചേഴ്സ് ഒക്കെ നമ്മുടെ അസെറ്റ് ആണ്. പിന്നെ നമുക്കുള്ള ക്യാഷ് ആൻഡ് ബാങ്ക്, ഇപ്പൊ ബാങ്കിലുള്ള ബാലൻസ് എമൗണ്ടും നമ്മുടെ ക്യാഷ്, നമ്മുടെ കമ്പനിയിലുള്ള ക്യാഷും ഇതൊക്കെ നമുക്ക് അസെറ്റ് ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ കാറ്റഗറിയിലത്തെ ഐറ്റം ആണ് അസെറ്റ്. അസെറ്റ് എന്ന് പറഞ്ഞാൽ കമ്പനിയിൽ ഉള്ള വാല്യൂ ഓഫ് ഐറ്റംസ് ഓഫ് വാല്യൂ, നമ്മുടെ കമ്പനിയിലുള്ള വാല്യുബിൾ തിങ്സിനെയാണ് നമ്മൾ അസെറ്റ് എന്ന് പറയുന്നത്. അതിന്റെ കുറച്ച് എക്സാമ്പിൾസ് നമ്മൾ പഠിച്ചു. ഇനിയും നമുക്ക് കുറച്ചും കൂടി എക്സാമ്പിൾസ് നമുക്ക് പഠിക്കാനുണ്ട്. സോ ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ഫർണിച്ചർ ആൻഡ് ഫിക്സ്ചേഴ്സ്, ക്യാഷ്, ബാങ്ക്, അങ്ങനെ കമ്പനിയിലുള്ള എല്ലാ വാല്യൂ ഉള്ള ഐറ്റംസും എന്താണ്, നമുക്ക് അസെറ്റ്സ് ആണ്. ഓക്കെ, അപ്പോ ഇത് നമ്മൾ ഫസ്റ്റ് കാറ്റഗറിയിൽ പഠിച്ചതാണല്ലേ. അപ്പൊ ഇത് ഇൻക്രീസ് ആവുമ്പോൾ എന്ത് ബാലൻസ് ആയിരുന്നു, ഡെബിറ്റും, ആൻഡ് ഡിക്രീസ് ആവുമ്പോൾ ക്രെഡിറ്റ് ബാലൻസും ആണ്. ഇത് മറക്കരുത്, ഇതാണ് ഇതിന്റെ റൂള്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ട്രാൻസാക്ഷൻസിൽ ജേർണൽ എൻട്രി പാസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. അപ്പൊ ഈ ഒരു സംഭവം മറക്കരുത്. ഓക്കെ, അപ്പൊ ഇനി നമ്മള് രണ്ടാമത്തെ ആയിട്ടുള്ള എക്സ്പെൻസിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോസ്റ്റ് ഇൻകേർഡ് ബൈ ബിസിനസ്. ബിസിനസ്സിൽ വരുന്ന എല്ലാവിധ ചെലവുകളെയും നമ്മൾ എക്സ്പെൻസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അതിന്റെ എക്സാമ്പിൾ ആണ് സാലറി പെയ്ഡ് ആൻഡ് റെന്റ് പെയ്ഡ്. ഇപ്പൊ നമ്മൾ എംപ്ലോയീസിന് സാലറി കൊടുക്കുന്നതും, പിന്നെ നമ്മുടെ ചിലപ്പോൾ ബിസിനസ് റെന്റ് ബേസിസിലാണെങ്കിൽ നമ്മൾ റെന്റ് പേ ചെയ്യുന്നതും, അങ്ങനെ വരുന്ന എല്ലാ ചെലവുകളും, ഇപ്പൊ ഇലക്ട്രിസിറ്റി ബില്ല് പേ ചെയ്യുന്നതും ഒക്കെ നമുക്ക് എന്താണ്, നമ്മുടെ എല്ലാ ചെലവുകളും നമുക്ക് എക്സ്പെൻസ് ആണ്. സോ ഇതിന്റെ റൂള് മറക്കണ്ട. ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ബാലൻസും ഡിക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ബാലൻസ് തന്നെയാണ്. നമ്മുടെ ഫസ്റ്റ് കാറ്റഗറിയിലുള്ള ഐറ്റം തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇനി നമ്മുടെ അടുത്ത ഐറ്റം ആണ് ഡ്രോയിങ്സ്. ഈ ഐറ്റത്തിന്റെ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിലും ഇതിന്റെ മീനിങ് നിങ്ങൾക്ക് അറിയണ്ടാവില്ല, നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ. സോ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നല്ല, നമ്മുടെ ഓണർ നമ്മുടെ ബിസിനസ്സിൽ നിന്ന് ആളുടെ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് എമൗണ്ടോ അല്ലെങ്കിൽ ഗുഡ്സോ എന്തെങ്കിലും വിഡ്രോ ചെയ്യുകയാണെങ്കിലാണ് അതിന് ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, വിഡ്രോവൽ ഓഫ് മണി ഓർ ഗുഡ്സ് ബൈ ദ ഓണർ ഫ്രം ദ ബിസിനസ് ഫോർ ഹിസ് പേഴ്സണൽ യൂസ്. ഓണർ ആളുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ബിസിനസ്സിൽ നിന്ന് മണി ആയിട്ടോ അല്ലെങ്കിൽ ഗുഡ്സ് ആയിട്ടോ എന്തെങ്കിലും വിഡ്രോ ചെയ്യുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഡ്രോയിങ്സ്. ഓക്കെ,
അപ്പൊ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് നമ്മുടെ തേർഡ് ഐറ്റം ആണ്, നമ്മുടെ ഫസ്റ്റ് കാറ്റഗറി ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന് എന്ത് ബാലൻസ് ആണ്? ഇൻക്രീസ് ചെയ്യുമ്പോഴുള്ള ബാലൻസ് എന്താണ്? ഡെബിറ്റ് ബാലൻസ് ആണ്. ഇത് മറക്കരുത്, ഡെബിറ്റ് ബാലൻസ് ആണ്. ഓക്കെ, ഈ ഒരു കാര്യം ഇതിൽ നോട്ട് ചെയ്താൽ മതി.